ഇന്നത്തേത് ഒരു മുട്ട പപ്സ് കഥയാണ്. കൂട്ടത്തിൽ മുട്ട പപ്സ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന ചില പഴയകാല ഓർമ്മകളും ഞാൻ പങ്കുവയ്ക്കാം. അങ്ങനെ വൈകുന്നേരത്തെ മഴക്കാരൻ നോക്കി സൊറയും പറഞ്ഞ് ബാൽക്കണിയിൽ ഇരുന്നപ്പോഴാണ് പപ്പാമ്മ പറയുന്നത്, നല്ലൊരു മഴ വരുന്നുണ്ട്, അതിന് കൂട്ടായിട്ട് നല്ലൊരു ചൂട് ചായയും കൂടെ കഴിക്കാൻ ഒരു ചൂട് കടിയും ഉണ്ടെങ്കിൽ ഉഷാറായേനെ എന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, പണി സാധനങ്ങളും ഓർഡർ ചെയ്ത് മേടിച്ച് നേരെ അടുക്കളയിലേക്ക്. ആദ്യം തന്നെ അല്പം സവാള തൊലി കളഞ്ഞ് നേരെ പപ്പാമ്മയ്ക്ക് കൈമാറി. സവാള അരിയാൻ മടിയായതുകൊണ്ടല്ല കേട്ടോ, അമ്മ ദേ ഇങ്ങനെ നിഷ്പ്രയാസം സവാള അരിയുന്നത് കാണാനുള്ള ഇഷ്ടം കൊണ്ടാണ്. അങ്ങനെ അമ്മയ്ക്കുള്ള പണിയും കൊടുത്തിട്ട് നേരെ കഥാനായകനായ മുട്ടക്കുട്ടന്മാരെ കഴുകി വേവിക്കാനായി ഷെഡിൽ കയറ്റി വെച്ചു. അപ്പോഴത്തേക്കും അമ്മ സവാളയും റെഡിയാക്കി കഴിഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം പഫ്സിനുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി പാൻ ചൂടാക്കിയിട്ട് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് അരിഞ്ഞ സവാളയും കൂടെ അല്പം ഉപ്പും ഇട്ടുകൊടുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ അല്പം കുരുമുളക് പൊടി എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നതുവരെ വഴറ്റുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മുട്ട പപ്സിന്റെ ആ ഓർമ്മകളിൽ നിന്നും ഒരിക്കലും മറക്കാത്ത രണ്ടെണ്ണം പറയാം. അതിൽ ആദ്യത്തേത് കൂട്ടുകാരുമൊത്ത് ട്യൂഷൻ ക്ലാസ്സിന് ശേഷമുള്ള ഷെയർ ഇട്ടുള്ള പപ്സ് മേടിക്കലാണ്. ഒരു പപ്സിനെ 4ഉം 5ഉം കഷ്ണങ്ങളായി മുറിച്ച് കഴിച്ചിരുന്നപ്പോൾ കിട്ടിയിരുന്ന സ്വാദൊന്നും ഇന്നൊരു മുഴുവൻ പപ്സ് കഴിച്ചാൽ പോലും കിട്ടാറില്ല എന്നതാണ് സത്യം. ഇനി രണ്ടാമത്തെ ഓർമ്മ ചില ബേക്കറി കവറുകളാണ്. അച്ഛനോ അമ്മയോ ജോലി കഴിഞ്ഞ് വരാൻ സമയമാകുമ്പോൾ ഞാൻ പതിയെ ഗേറ്റിന്റെ വെളിയിൽ ഇറങ്ങി നിൽക്കും. നോട്ടം അവരുടെ കൈകളിലേക്കായിരിക്കും. എന്നത്തെയും പോലെ അല്ലാതെ ദൂരെ നിന്ന് നോക്കിയാൽ പോലും മനസ്സിലാകുന്ന വിധം നമുക്കിഷ്ടപ്പെട്ട ആ ബേക്കറിയുടെ ഒരു കവർ അവരുടെ കയ്യിലുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഞാനായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷവാൻ. ഇനി നിങ്ങളുടെ കുട്ടിക്കാലത്തെ മുട്ട പപ്സ് ഓർമ്മകൾ താഴെ കമന്റ് ചെയ്യുക. മികച്ചതായി തോന്നുന്ന രണ്ടെണ്ണം ഞാൻ പിൻ ചെയ്തു വെക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡിയായ സ്ഥിതിക്ക് നേരത്തെ മേടിച്ച പപ്സ് ഷീറ്റിലേക്ക് മസാല ഇങ്ങനെ പരത്തി വെച്ചിട്ട് അതിലേക്ക് പുഴുങ്ങിയ മുട്ട പകുതിയായി മുറിച്ചത് വെച്ച് കൃത്യമായി മടക്കിയെടുക്കാം. ഇനി സ്വല്പം മുട്ടയുടെ മഞ്ഞ കൂടെ ഇവന്മാരുടെ പുറത്തേക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് ഓരോരുത്തരെയായി എയർ ഫ്രയറിന്റെ അകത്തേക്ക് ഇരുത്തി കൊടുത്തിട്ട് 180 ഡിഗ്രിയിൽ 15 മിനിറ്റ് എയർ ഫ്രൈ ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് ചിന്നു തന്റെ സ്പെഷ്യൽ മസാല ചായക്കുള്ള പരിപാടിയും ആരംഭിച്ചു. ഏലക്കയും കുരുമുളകും ഇഞ്ചിയും ഒക്കെ ഇട്ടുള്ള കക്ഷിയുടെ ഈ മസാല ചായക്ക് ഒരു പ്രത്യേക രുചി തന്നെയാണ്. ഒടുവിൽ അത് ആ ചായ ഗ്ലാസ്സിലേക്ക് മറിയുന്ന സമയം തന്നെ നമ്മുടെ ഹോം മെയ്ഡ് മുട്ട പപ്സും റെഡിയായിരിക്കുന്നു. എയർ ഫ്രയറിൽ നിന്നും അവന്മാർ 3 പ്ലേറ്റിലേക്ക്, അതും എടുത്ത് ഞങ്ങൾ നേരെ ബാൽക്കണിയിലേക്കും. മഴയും ആസ്വദിച്ച് ജീവിതത്തിലെ ഏറെ പ്രിയപ്പെട്ടവരോടൊപ്പം കുട്ടിക്കാലം മുതൽക്കേ ഏറെ ഇഷ്ടപ്പെട്ട ഈ മുട്ട പപ്സ് കഴിക്കുമ്പോൾ കിട്ടുന്ന ഈ സന്തോഷം മറ്റൊന്നിനോടും ഉപമിച്ചാൽ മതിയായി എന്ന് വരില്ല. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് എഗ് പപ്സിനോടല്ലായിരുന്നു ഇത്രയും ഇഷ്ടമുണ്ടായിരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മറിച്ച് അതെനിക്ക് വാങ്ങിത്തന്ന ആളുകളോടും കൂടാതെ പങ്കിട്ടവരോടുമായിരുന്നു. ഇന്ന് അതേ ബേക്കറിയിൽ പോയി എത്ര പപ്സുകൾ വേണമെങ്കിലും വാങ്ങാം. പക്ഷെ അത് കഴിക്കാൻ കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കളും ആ കാലവും ആ കാത്തിരിപ്പും ഇനി തിരികെ വാങ്ങാൻ കഴിയില്ല. അന്നത്തെ ആ എഗ് പപ്സ് 5 മിനിറ്റിൽ തീർന്നുവെങ്കിലും അതിന്റെ ഓർമ്മകൾ ഇന്നും കൂടെയുണ്ടാകും. അപ്പോൾ അടുത്ത കഥയുമായി ഉടനെ തന്നെ വരാം. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, കൂടെ വിമർശനങ്ങളും. അപ്പോൾ എന്നാൽ അങ്ങനെ ആകട്ടെ.